കടുകുമണി കൂട്ടുകാർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മിഷനെ അറിയുവാൻ, മിഷനെ സ്നേഹിക്കുവാൻ, മിഷണറിയാകുവാൻ സീറോ മലബാർ സഭയുടെ പ്രേക്ഷിത മുന്നണിയായ സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ സുവർണ ജൂബിലി സമ്മാനം കടുകുമണി അപ്പസ്തലോയി അയക്കപ്പെട്ടവർ. MSTയുടെ മാധ്യമവിഭാഗമായ ഇമ്പാക്റ്റും ഷാലോം TVയും ചേർന്നൊരുക്കുന്ന ഈ വിശ്വാസ പരിശീലന കളരിയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവേൻ. ഇതാണ് യേശുനാഥൻ നമുക്ക് നൽകിയ ആഹ്വാനം. മാമോദീസയിലൂടെ പ്രേക്ഷിതരായ നാം ഓരോരുത്തരുടെയും ദൗത്യമാണ് ഈശോയ്ക്ക് സാക്ഷ്യം നൽകുക എന്നത്. ഏറ്റവും വലിയ സാക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിത സാക്ഷ്യമാണ്. നമ്മുടെ വാക്കുകളിലൂടെ, പ്രവൃത്തികളിലൂടെ ഈശോയെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ നാം പരിശ്രമിക്കണം. ഇന്ന് നാം പരിചയപ്പെടുന്നത് മിഷൻ പ്രദേശങ്ങളും നിരവധിയായ മിഷണറിമാരെയാണ്. അവരെങ്ങനെയാണ് ഈശോയെക്കുറിച്ച് അജ്ഞരായവരിൽ ഈശോയെ നിറയ്ക്കുന്നതെന്ന്. അതിനായി കടുകുമണി കൂട്ടുകാരോടൊപ്പം ഈ പ്രേക്ഷിത യാത്രയിൽ നമുക്കും പങ്കുചേരാം. കടുകുമണി അപ്പസ്തലോയി അയക്കപ്പെട്ടവർ. പ്രിയ പ്രേക്ഷകരെ, ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഈ വിശ്വാസ പരിശീലന കളരിയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. നമ്മൾ പഠിക്കുകയായിരുന്നു വിശ്വാസ ജീവിതത്തെപ്പറ്റി. അതിനുശേഷം ഇതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് എന്ന് നമ്മൾ കാണുകയും ധ്യാനിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് വിശ്വാസ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളത്, എങ്ങനെയാണ് ജീവിച്ച് യേശുവിന് വേണ്ടി സാക്ഷ്യം നൽകേണ്ടത് എന്നുള്ളതാണ്. അയക്കപ്പെട്ടവർ ആകേണ്ടത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജീവിത സാക്ഷ്യത്തിലൂടെ എങ്ങനെയാണ് യേശുവിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്ന് പഠിക്കുവാൻ പോകുന്നത്. പ്രിയ കടുകുമണി കൂട്ടുകാരെ, കഴിഞ്ഞ ഒരു വർഷമായി നമ്മൾ പഠിക്കുകയായിരുന്നു സഭ സ്വഭാവത്താലെ പ്രേക്ഷിതയാണ് എന്ന്. അതിനുശേഷം സഭ ആരാധനാ സമൂഹമാണ് എന്ന് നമ്മൾ പഠിച്ചു. സഭ വിശ്വാസ സമൂഹമാണ് എന്ന് നമ്മൾ പഠിച്ചു. ഇനി നിങ്ങൾ എനിക്ക് സാക്ഷികളാകുവിൻ എന്ന യേശുവിൻ്റെ ആഹ്വാനം നമ്മൾ പൂർത്തീകരിക്കാൻ പോവുകയാണ്. ഇതെങ്ങനെയാണ് ഈ സാക്ഷികളാകേണ്ടതെന്ന്, കുടുംബത്തിൽ, ഇടവകയിൽ, സമൂഹത്തിൽ എങ്ങനെയാണ് ദൈവത്തിന് സാക്ഷികളാകേണ്ടത് എന്ന് കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ പഠിച്ചു, കണ്ടു. ഇനി അനുദിന ജീവിതത്തിൽ ഈ വ്യത്യസ്തമായ രീതിയിൽ എങ്ങനെ സാക്ഷ്യം നൽകാം എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ഒരു മാർഗം നമ്മളിന്ന് പഠിക്കാൻ പോവുകയാണ്. ഏതാണ്? ജീവിത സാക്ഷ്യത്തിലൂടെ. ഞാൻ അനുഭവിച്ച ഈശോയെ, ഞാൻ വളർന്നു വന്ന സഭാ പാരമ്പര്യത്തെ, ഞാൻ വളർന്നു വരുന്ന വിശ്വാസത്തെ എൻ്റെ വാക്കിലൂടെ, എൻ്റെ പ്രവൃത്തിയിലൂടെ, എൻ്റെ സംസാരത്തിലൂടെ, എൻ്റെ ചിന്തയിലൂടെ ഞാൻ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എന്നെ കാണുമ്പോൾ മറ്റുള്ളവർ പറയണം, ഞാൻ പ്രസംഗിക്കാതെ തന്നെ മറ്റുള്ളവർ പറയണം, ഇത് ക്രിസ്ത്യാനിയാണ്, യേശുവിനെ സ്വീകരിച്ച കൊച്ചാണ്, യേശു വിശ്വാസത്തിൽ വളരുന്ന കൊച്ചാണ് എന്ന് മറ്റുള്ളവർ പറയണം. മിഷൻ പ്രദേശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, പലപ്പോഴും നമുക്ക് പ്രഘോഷിക്കാൻ സാധിക്കുകയില്ല. അവിടുത്തെ പ്രത്യേകമായ സാഹചര്യങ്ങൾ നിമിത്തം നമുക്ക് സുവിശേഷം പ്രസംഗിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ്. നമ്മൾ ഗ്രാമങ്ങളിലൊക്കെ പോകുന്നു, ചുറ്റി സഞ്ചരിക്കുന്നു. അതിനുശേഷം എങ്ങനെയാണ് നമ്മുടെ പ്രവർത്തികൾ വഴിയായിട്ട്, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ വഴിയായിട്ട്, കാരുണ്യ പ്രവർത്തികൾ വഴിയായിട്ട് നമ്മൾ അവരെ സഹായിക്കുകയാണ്, അവരോടൊത്തായിരിക്കുകയാണ്, അവരെ മനസ്സിലാക്കുകയാണ്, അവരെ ശ്രമിക്കുകയാണ്. അപ്പോൾ അവർ നമ്മളോട് ചോദിക്കും, എന്തിനാണ് ഈ കേരളത്തിൽ നിന്നൊക്കെ എല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾ വടക്കേന്ത്യയിൽ വന്ന് കടന്ന് ഇതുപോലെ ഞങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്ന, നിങ്ങൾ ഒരു ശമ്പളം മേടിക്കുന്നില്ല, ഞങ്ങളുടെ അടുത്ത് ഒരു പൈസ പോലും മേടിക്കുന്നില്ല, എന്നും രാവിലെ നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വരികയാണ്, രാവിലെ ഞങ്ങൾ അതിലെ വരികയാണെങ്കിൽ ഞങ്ങൾക്ക് കേൾക്കാം, നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് പ്രാർത്ഥനയുടെ ഒച്ച കേൾക്കാം, നിങ്ങളെല്ലാവരോടും ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന സ്വരം കേൾക്കാം, പാട്ട് പാടി പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം നിങ്ങൾ ഗ്രാമങ്ങളിലേക്ക് വരികയാണ്, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സേവനം ചെയ്യുകയാണ്, എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ നമുക്കറിയാതെ പറയാൻ സാധിക്കും, ഇത് ഞങ്ങൾ വൈദികരാണ്, സന്യസ്തരാണ്, ഞങ്ങൾ വിവാഹം കഴിക്കാറില്ല, ഞങ്ങൾ യേശു പ്രത്യേകമായിട്ട് ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ്, ഞങ്ങളുടെ ദൈവം, ഞങ്ങളുടെ ഈശ്വരൻ ദൈവം ഞങ്ങളെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതിനുശേഷം ഞങ്ങളോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്, ലോകത്തിന് നാനാഭാഗങ്ങളിലേക്കും പോകുവിൻ. ഞാൻ കാണിച്ചു തന്ന്, ആ യേശുനാഥൻ ഞങ്ങളെ കാണിച്ചു തന്നാണ് എങ്ങനെയാണ് പാവപ്പെട്ടവരെ സ്നേഹിക്കേണ്ടതെന്ന്, എങ്ങനെയാണ് മറ്റുള്ളവരോടൊത്ത് ആയിരിക്കേണ്ടതെന്ന്, മറ്റുള്ളവരെ വീണടക്കുന്നവരെ എങ്ങനെയാണ് പിടിച്ചെഴുന്നേൽപ്പിക്കേണ്ടത് എന്നൊക്കെ യേശുനാഥൻ ഞങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ ചെയ്യുവിൻ എന്നാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അത് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ഞങ്ങൾ വന്നിരിക്കുന്നത്. പ്രിയ കടുകുമണി കൂട്ടുകാരെ, ഇന്ന് തുടർന്നുള്ള ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത്, നമ്മൾ പോവുകയാണ്, മിഷനിലേക്ക് പോവുകയാണ്. അവിടെ ജീവിത സാക്ഷ്യത്തിലൂടെ യേശുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന മിഷണറിമാരെ കാണാൻ സാധിക്കും. MSTയുടെ തന്നെ മിഷനിലേക്ക് നമുക്ക് പോകാം. അവിടെ പോയി അവിടെ
തൻ്റെ ജീവിതത്തിലൂടെ ഗ്രാമങ്ങളിൽ പോയി യേശുവിന് സാക്ഷ്യം നൽകുന്ന ഒരു മിഷണറിയെ നമുക്ക് പരിചയപ്പെടാം. ആ മിഷണറിമാരൊത്തായിരുന്നുകൊണ്ട് ആ മിഷണറിയോടൊത്തായിരുന്നുകൊണ്ട് എങ്ങനെയാണ് യേശുവിന് അവർ സാക്ഷ്യം നൽകുന്നത് എന്ന് നമുക്ക് പഠിക്കാം. അത് പഠിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. എനിക്ക് എൻ്റെ ജീവിതത്തിലും ഞാനത് പ്രാവർത്തികമാക്കേണ്ടതാണ്. കാരണം വിശ്വാസ പരിശീലന കളരിയിലൂടെ നമ്മളിത് പഠിക്കുകയായിരുന്നു. ആരാണ് മിഷണറി, എന്താണ് മിഷൻ പ്രവർത്തനം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു മിഷണറി ആകേണ്ടത്. വിശ്വാസത്തിൽ വളർന്നുകൊണ്ട് ആരാധനാ സമൂഹമായിക്കൊണ്ട് നമ്മൾ മിഷണറിമാരാകേണ്ടതാണ്. ഇവിടെ നമുക്ക് കാണാം, പഠിക്കാം. അതിനുശേഷം നമുക്കും ഒരു മിഷണറി ആകാം. റെഡിയാണോ? നമുക്ക് പോകണ്ടേ? പഠിക്കണ്ടേ? ജീവിത സാക്ഷ്യം എങ്ങനെയാണ് മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടത്, എൻ്റെ ജീവിതത്തിലൂടെ എനിക്ക് എങ്ങനെയാണ് യേശുവിനെ കാണിച്ചു തരേണ്ടത് എന്ന് നമുക്ക് പഠിക്കാം. നമുക്ക് ഒരുമിച്ച് ഈ പ്രേക്ഷിത യാത്ര ആരംഭിക്കാം. കടുകുമണി അപ്പസ്തോലയിലെ ടീമിൽ പങ്കെടുക്കുവാനായിട്ട് വന്നിരിക്കുന്ന കുഞ്ഞ് മിഷണറിമാരെ, നിങ്ങൾ അടുത്ത ഏതാനും ദിവസങ്ങളിൽ കല്യാൺ രൂപതയിലുള്ള സാംഗ്ലി മിഷനിലൂടെ പ്രേക്ഷിത യാത്ര നടത്തുകയാണ്. സാംഗ്ലി മിഷന് 1990 സ്ഥാപിതമായതാണ്. ഈ അവസരത്തിൽ സാംഗ്ലി മിഷനിലെ വിവിധ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുവാനും അവ അനുഭവിക്കുവാനായിട്ട് വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും സാംഗ്ലി മിഷനിലുള്ള എല്ലാ മിഷണറിമാരുടെയും നാമത്തിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുക. നമുക്കറിയാം, പെസഹ വേളയിൽ 2 കൽപ്പനകൾ ഒരുമിച്ച് ഈശോ നൽകുന്നത് നാം കാണുന്നു. ഒന്ന്, ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക എന്ന് വിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് അവിടെ നിന്ന് പറയുന്നു. രണ്ടാമത്, പെസഹ മേശയിൽ തന്നെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിക്കൊണ്ട് അവിടുന്ന് പറയുന്നു, ഗുരുവും നാഥനുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും ഇതുപോലെ തന്നെ ചെയ്യുക. മൂന്നാമത്തെ കമാൻഡ് നമുക്കറിയാം, നിയോഗം ഈശോ നൽകുക. സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് മുമ്പാണ്, നിങ്ങൾ ലോകമെങ്ങും പോയി എൻ്റെ സുവിശേഷം അറിയിക്കുക. അപ്പോൾ ഇന്ന് കർത്താവിനെ അറിയുവാനും സ്നേഹിക്കുവാനും അതുപോലെ തന്നെ കർത്താവിനെ പ്രഘോഷിക്കുവാനായിട്ട് നാം ചെയ്യേണ്ടത് ഈ 3 നിയോഗങ്ങൾ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ പ്രേക്ഷിത ദിവസം നമ്മൾ ഏറ്റെടുക്കണമെങ്കിൽ ആദ്യമായിട്ട് നാം കർത്താവിനെ അറിയണം. അറിയുന്നത് നാം വിശുദ്ധ ബലിയിൽ നിന്നാണ്, വചനത്തിൽ നിന്നാണ്, കുദാശകളിൽ നിന്നാണ്. ഇപ്പോൾ നിങ്ങൾ ഈ സാംഗ്ലി മിഷനിൽ എത്തിയിരിക്കുന്നത് ആ 3ാമത്തെ നിയോഗമായ ക്രിസ്തുവിനെ പ്രഘോഷിക്കുക. അതെങ്ങനെയാണ് ഇവിടെ മിഷണറിമാർ ചെയ്യുന്നത് എന്നറിയുവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് മുമ്പേ മിഷണറിമാരായിട്ട് ഈ മിഷനിലേക്ക് വന്നവർ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ, പ്രോഗ്രാമുകളിലൂടെ ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയാണ്. ആ നിയോഗത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാനായിട്ടുള്ള അവസരങ്ങൾ ഈ മിഷനിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് വലിയ ഒരു അനുഭവത്തിൻ്റെ ദിവസങ്ങളായിട്ട് ഈ സാംഗ്ലി മിഷനിലുള്ള ദിവസങ്ങൾ മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും അതിനു വേണ്ടിയിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. പ്രിയ കടുകുമണി കൂട്ടുകാരെ, പ്രിയ പ്രേക്ഷകരെ, നമ്മളിന്നായിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ ഖോലാപൂർ ജില്ലയിലാണ്. നാട്ടുരാജാക്കന്മാരുടെയും രാജ്യവംശത്തിൻ്റെയും പാരമ്പര്യമുള്ള മഹാരാഷ്ട്രയിലെ ഖോലാപൂർ ജില്ലയിലൂടെയാണ് നമ്മളിന്ന് പ്രേക്ഷിത യാത്ര നടത്തുന്നത്, ആരംഭിക്കുന്നത്.
16-ാം നൂറ്റാണ്ടുകൾ മുതൽ ഈ രാജവംശങ്ങളുടെ അല്ലെങ്കിൽ രാജാക്കന്മാരുടെ കൂട്ടുപിടിച്ച് ക്രൈസ്തവ മിഷണറിമാർ ഇവിടെ വരികയും വിശ്വാസം വിതയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നും നമ്മളിത് കാണാം. സീറോ മലബാർ സഭയുടെ പ്രേക്ഷിത മുന്നണിയായ MST സമൂഹത്തിലെ വൈദികർ വിശ്വാസം വിതച്ച് ജീവിത സാക്ഷ്യത്തിലൂടെ വ്യത്യസ്തമായ മേഖലയിൽ ജോലി ചെയ്ത് എങ്ങനെയാണ് യേശുവിന് സാക്ഷ്യം നൽകുന്നത് എന്ന് നമ്മൾ കാണുകയും പഠിക്കുകയും ചെയ്യാൻ പോവുകയാണ്. ഇതാ നമ്മുടെ പ്രേക്ഷിത യാത്രയിൽ യേശുവിന് സാക്ഷ്യം നൽകുന്ന മിഷണന്മാരെ കാണാം, മനസ്സിലാക്കാം, പഠിക്കാം. കോലാപ്പൂർ ജില്ലയിലൂടെയും സാംഗ്ലി ജില്ലയിലൂടെയും സാമന്തവാടി ജില്ലയിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് യേശുവിന് സാക്ഷ്യം നൽകേണ്ടതെന്ന് നമുക്ക് കാണാം, പഠിക്കാം, പ്രേക്ഷകരുമായി നമുക്ക് പങ്കുവയ്ക്കാം. നമുക്ക് ആരംഭിക്കാം ഈ പ്രേക്ഷിത യാത്ര. നാം ഇന്നായിരിക്കുന്നത് MST സമൂഹത്തിൻ്റെ സാംഗ്ലി മിഷനിലുള്ള ഷാഹുവാടിയിലെ അൽഫോൻസ സ്കൂളിലാണ്. ഇവിടെ നമ്മോടൊത്തായിരിക്കുന്നത് ബഹുമാനപ്പെട്ട മാത്യു അച്ഛനാണ്. സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം. 1983 വൈദികനായ അച്ഛൻ ഈ വർഷങ്ങൾ മുഴുവൻ മിഷനിലായിരുന്നു, യേശുവിന് സാക്ഷ്യം നൽകുകയായിരുന്നു. 1987 മഹാരാഷ്ട്രയിലെ പൂനെയിലെത്തിയ അച്ഛൻ 1989 സാംഗ്ലി മിഷൻ സ്ഥാപിതമായപ്പോൾ ആദ്യകാല മിഷണറിയായി സാംഗ്ലിയിലേക്ക് വരികയാണ്. ഇന്ത്യയുടെ തന്നെ ഏറ്റവും ഉയർന്ന സ്ഥലമായ ലഡാക്കിൽ 3 വർഷം അവിടുത്തെ പ്രതിസന്ധികളെല്ലാം നേരിട്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത അച്ഛൻ. തീർച്ചയായിട്ടും നമുക്കേവർക്കും പ്രചോദനം നൽകുന്ന ഒരു മിഷണറിയുടെ മുൻപിലാണ് നമ്മളായിരിക്കുന്നത്. പ്രിയ കടുകുമണി പ്രേക്ഷകരെ, കൂട്ടുകാരെ, ജീവിതസാക്ഷ്യത്തിൻ്റെ വിവിധ രീതികളെപ്പറ്റി അച്ഛനിലൂടെ നമുക്ക് പഠിക്കാം, മനസ്സിലാക്കാം. നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്ന സ്ഥലം സാംഗ്ലി മിഷൻ ആണെന്ന് നിങ്ങൾക്കറിയാം. സാംഗ്ലി മിഷൻ മഹാരാഷ്ട്രയിലാണ്, കല്യാൺ രൂപതയുടെ ഭാഗമാണ്. ഇതിൻ്റെ തുടക്കത്തെക്കുറിച്ച്, സാംഗ്ലി മിഷൻ്റെ തുടക്കത്തെക്കുറിച്ച് ചെറിയ ഒരു വിവരണം ഞാൻ തരാം. 1988 കല്യാൺ രൂപത സ്ഥാപിതമാകുന്നത്. മഹാരാഷ്ട്രയിലെ 16 ജില്ലകൾ ചേർന്നതാണ് കല്യാൺ രൂപത. ഈ മഹാനഗരങ്ങളിൽ കേരളത്തിൽ നിന്ന് വന്ന് കുടിയേറി പാർത്ത സീറോ മലബാർ ക്രിസ്ത്യാനികളുടെ അജപാലന ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ് കല്യാൺ രൂപത സ്ഥാപിതമായത്. എന്നാൽ ഇതിൻ്റെ ക്രൈസ്തവ സാന്നിധ്യം കുറവുള്ള മറ്റ് 10 ജില്ലകൾ വിവിധ മിഷണറി സമൂഹങ്ങളെ ബഹുമാനപ്പെട്ട ചിറ്റിലപ്പള്ളി പിതാവ് ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അത് 1990 MST സമൂഹം, മിഷണറി സൊസൈറ്റി ഓഫ് സെയിൻറ്റ് തോമസ് ദി അപ്പോസിൽ, കല്യാൺ രൂപതയുടെ ഈ ഭാഗമായ കൊളാപ്പൂർ, സാംഗ്ലി, രത്നഗിരി, സിന്ധുദുർഗ് എന്നീ 4 ജില്ലകൾ ഏറ്റെടുത്തു. ഈ 4 ജില്ലകളിൽ സാംഗ്ലി, കൊളാപ്പൂർ എന്നീ 2 ജില്ലകൾ ഡക്കാൻ പീഠഭൂമിയിലും സിന്ധുദുർഗ്, രത്നഗിരി എന്നീ 2 ജില്ലകൾ കൊങ്കൺ മേഖലയിലുമാണ്. ഭൂപ്രകൃതി കൊണ്ട് കേരളത്തോട് വളരെ സാമ്യമുള്ള ഒരു സ്ഥലമാണ് കൊങ്കൺ മേഖല. നമ്മുടെ നാട്ടിലുണ്ടാകുന്ന എല്ലാ വൃക്ഷങ്ങളും ഫലവൃക്ഷങ്ങളും എല്ലാം അവിടെ ഉണ്ടാകും. എന്നാൽ ഈ ഡക്കാൻ മേഖലയിൽ, ഡക്കാൻ പീഠഭൂമി എന്ന് പറയുന്ന മേഖലയിൽ നിങ്ങൾ ജിയോഗ്രഫിയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകത കൊണ്ടും ഒക്കെ ഇവിടുത്തെ കൃഷി രീതികൾ വിഭിന്നമാണ്. അപ്പോൾ ഇവിടെ ധാരാളമായിട്ട് കരിമ്പ് ധാരാളം കൃഷി ചെയ്യുന്നു. നിങ്ങളൊരു പക്ഷേ കണ്ടു കാണും, യാത്രകളിൽ കരിമ്പ് കണ്ടു കാണും. ഗോതമ്പ്, ഉള്ളി, അതുപോലെ തന്നെ മറ്റു പല പയറുവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ മുതലായവയാണ് എല്ലാം ആ ഭാഗത്തുണ്ടാകുന്നത്. ഈ 2 സ്ഥലത്തും പ്രേക്ഷിത പ്രവർത്തനത്തിനുള്ള സാധ്യതകളുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ചിറ്റിലപ്പള്ളി പിതാവ് ആവശ്യപ്പെട്ടതനുസരിച്ച് MST സമൂഹത്തിൽ നിന്ന് ഞാനും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കുടിയിരിപ്പിൽ അച്ഛനും മീറജ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് 1 വർഷം താമസിച്ച് ഇവിടെയുള്ള ചുറ്റുമുള്ള 6 ജില്ലകളിലൂടെ സഞ്ചരിച്ച് ചെറിയ ചെറിയ ക്രൈസ്തവ സമൂഹങ്ങളെയും ക്രൈസ്തവ കുടുംബങ്ങളെയും ഞങ്ങൾ കണ്ടെത്തി. എന്നിട്ടാണ് പിതാവിനെ അറിയിച്ചത് ഇങ്ങനെയുള്ള സാധ്യതകൾ ഇവിടെ ഉണ്ടെന്ന്. അപ്പോഴാണ് പിതാവ് ഈ 4 ഡിസ്ട്രിക്റ്റ് നമുക്ക് പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് MSTയെ ഏൽപ്പിച്ചത്. ഈ 4 ജില്ലകളിലാണ് സാംഗ്ലി മിഷൻ ഒതുങ്ങി നിൽക്കുന്നത്. ഇതാണ് സാംഗ്ലി മിഷൻ്റെ ആദ്യകാല ചരിത്രം. ഇനി ഇവിടെ വന്നതിന് ശേഷം പല കാലങ്ങളിലായിട്ട് പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ പല മുഖങ്ങൾ തെളിഞ്ഞു വന്നെങ്കിലും ആദ്യം വന്നപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാ. ഇവിടെ ഒരു ക്രൈസ്തവ സാന്നിധ്യം വളരെ കുറവാണ്. എന്നിരുന്നാലും
16-ാം നൂറ്റാണ്ടിൽ ഗോവയിൽ വന്ന ജെസ്യൂട്ട് മിഷണറിമാരുടെ സാന്നിധ്യവും അതുപോലെ അവരുടെ ഇൻഫ്ലുവൻസും കൊങ്കൺ മേഖലയിലുണ്ട്. കൊങ്കണിലൂടെ യാത്ര ചെയ്യുമ്പോൾ വഴിയോരങ്ങളിൽ കുരിശുകളും പള്ളികളും ഒക്കെ കാണാം. അതുപോലെ തന്നെ ഉൾഗ്രാമങ്ങളിലേക്ക് ചെന്നാലും ചെറിയ കാത്തോലിക്ക സമൂഹങ്ങളുണ്ട്. എന്നാൽ ഈ ഭാഗത്ത് വരുമ്പോൾ, ഈ ഡെക്കാൻ പീഠഭൂമിയിൽ വരുമ്പോൾ ഏകദേശം ഒരു 150, ഇന്നേക്ക് ഒരു 150 വർഷം മുമ്പ് അമേരിക്കൻ മിഷണറിമാർ സ്ഥാപിച്ച പ്രോട്ടസ്റ്റൻ്റ് പള്ളികളുണ്ട് ഇവിടെ. മീറജിൽ നിങ്ങൾ ചെല്ലുമ്പോൾ ഒരുപക്ഷെ കാണാൻ സാധിക്കും, അവിടെ ഒരു വലിയ മെഡിക്കൽ കോളേജ് ഉണ്ട്, വില്യം വാൻലെസ് മെഡിക്കൽ കോളേജ്. 150 വർഷങ്ങൾക്ക് മുമ്പ് സർ വില്യം വാൻലെസ് എന്ന് പറഞ്ഞ ഒരു മിഷണറി, അമേരിക്കൻ മിഷണറി കൊണ്ടുവന്ന് സ്ഥാപിച്ചതാണ്. അപ്പം നമുക്ക് നമ്മുടെ തനതായിട്ടുള്ള പാരമ്പര്യത്തിൽ പ്രേക്ഷിത പ്രവർത്തനം തുടങ്ങുക, ചെറിയ ചെറിയ സഭാ സമൂഹങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുക, ഇതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചെറുതും വലുതുമായിട്ട് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന കുടുംബങ്ങളെ, ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ആളുകളെ, നമ്മുടെ സീറോ മലബാർ സഭയിൽപ്പെട്ട ആളുകളെ നമ്മൾ സന്ദർശിച്ചു. താമസിച്ചിരുന്ന കുടുംബങ്ങളെ നമ്മൾ ഒരുമിച്ച് കൊണ്ടുവന്ന് കുർബാനയ്ക്കും കാറ്റഗിസത്തിനും മറ്റുമായിട്ട് ഒരുമിച്ച് കൊണ്ടുവന്ന് അങ്ങനെ ആ പ്രേക്ഷിത അതായത് ആചപാലനത്തിൻ്റെലൂടെയുള്ള ആ പ്രേക്ഷിത പ്രവർത്തനം നമ്മൾ ആദ്യമേ തന്നെ ആരംഭിച്ചു. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലായിരുന്നു, കാരണം ആളുകളെ കണ്ടുപിടിച്ച് ഭാഷ നമുക്കറിയാം, അതുകൊണ്ട് ചെയ്യാമായിരുന്നു. പക്ഷേ രണ്ടാമത്തെ പ്രേക്ഷിത പ്രവർത്തനം, അതായത് യഥാർത്ഥത്തിലുള്ള ക്രൈസ്തവ വിശ്വാസം എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത ആളുകളിലുള്ള പ്രേക്ഷിത പ്രവർത്തനം തുടങ്ങുക അത്ര എളുപ്പമല്ലായിരുന്നു. ഒന്ന്, ഇവരുടെ ഭാഷ പഠിച്ചിരിക്കണം. ഇവിടുത്തെ ഭാഷ എന്താണെന്ന് അറിയാവോ? മറാഠിയാണ് ഇവിടുത്തെ ഭാഷ. ഹിന്ദിയായിട്ട് സാമ്യം ഉണ്ടെങ്കിലും പഠിക്കാൻ അത്ര എളുപ്പമുള്ള ഒരു ഭാഷയല്ല. എന്നാലും ഈ ഭാഷ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആദ്യ കാലഘട്ടത്തിൽ പ്രേക്ഷിത പ്രവർത്തനത്തിന് ഇറങ്ങാൻ തന്നെ നമുക്ക് മടിയായിരുന്നു. എന്താ ആളുകളോട് പറയുക? അവരിങ്ങോട്ട് ചോദിക്കുമ്പോൾ നമുക്ക് മറുപടി പറയാനില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടല്ലേ. നമുക്കൊരു നമസ്തേ പോലും പറയാൻ പഠിക്കാതെ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ മറാഠി പഠിക്കുക എന്നുള്ള വളരെ പ്രാധാന്യത്തോടു കൂടി എടുത്തു. പൈനാടത്തച്ഛൻ, പോൾ പൈനാടത്തച്ഛൻ, അച്ഛൻ ഇപ്പോൾ ബോംബെയിലാണ് ജോലി ചെയ്യുന്നത്. അച്ഛനും അതുപോലെ തന്നെ അച്ഛൻ്റെ കൂടെ 1-2 അച്ഛന്മാരും മറാഠി പോയി പഠിച്ചു. അച്ഛൻ ബോംബെ യൂണിവേഴ്സിറ്റിയിൽ പോയി മറാഠി MA എടുത്തു. അതിനുശേഷം അച്ഛൻ തിരിച്ച് ഈ മിഷനിൽ വന്ന് ഇവിടെയുള്ള മിഷണറിമാരെയും ചുറ്റുപാടുമുള്ള മഹാരാഷ്ട്രയിൽ മറ്റ് ഏരിയയിൽ ജോലി ചെയ്യാൻ സാധ്യതയുള്ള മിഷണറിമാരെയും എല്ലാം കൂട്ടി ഇവിടെ മറാഠി ഭാഷ പഠിപ്പിച്ചു. വർഷങ്ങളോളം ഇവിടെ പഠിപ്പിച്ചു. അങ്ങനെ മറാഠി പഠിച്ചതോടുകൂടി, ഭാഷ പഠിച്ചതോടുകൂടി നമുക്ക് പുറത്തിറങ്ങാൻ പിന്നെ പേടിയില്ല. നമുക്ക് ആളുകളോട് സംസാരിക്കാം, പത്രം വായിക്കാം, ന്യൂസ് അറിയാം, ആളുകളോട് നമുക്ക് വെറുതെ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കാനും ഇടപെടാനും ഒക്കെ സാധിച്ചു. അങ്ങനെ നമ്മൾ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഒരു വലിയ ബുദ്ധിമുട്ടുള്ള ഭാഗം നമ്മൾ തരണം ചെയ്ത് ഭാഷ പഠിച്ചതോടുകൂടി. പിന്നെ ഈ അടുത്ത് എന്ത് ചെയ്യണമെന്നുള്ളതായിരുന്നു അടുത്ത പ്രശ്നം. അപ്പോൾ നമ്മൾ ഇവിടെ അന്ന് ഉണ്ടായിരുന്ന അച്ഛന്മാർ ആദ്യമേ തുടങ്ങിയപ്പോൾ ആദ്യത്തെ റീജിയണൽ ഡയറക്ടറായിട്ട് ഇവിടെ വന്ന് ഫാദർ ജോർജ് കാവുകാട്ടാണ്. നിങ്ങൾ വേറെ വേദികളിൽ കണ്ടു കാണും അദ്ദേഹത്തെ. അദ്ദേഹവും അന്നുണ്ടായിരുന്ന അച്ഛന്മാരും എല്ലാവരും കൂടിയിരുന്ന് ആലോചിച്ചിട്ട് അവർ ഒരു തീരുമാനത്തിലെത്തി. നമ്മൾ ആദ്യമേ തന്നെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് നമുക്ക് കയറാം. കാരണം ആളുകളോട് ഏറ്റവും അടുത്ത് ഇടപെടാനുള്ള സാധ്യത വിദ്യാഭ്യാസമാണ്. ഇപ്പോൾ ഈ സ്കൂളിലാണെങ്കിൽ 600 കുട്ടികളുണ്ട്. 600 കുട്ടികളുണ്ടെങ്കിൽ ഏകദേശം ഒരു 500 കുടുംബങ്ങളോട് നമുക്ക് ബന്ധമുണ്ട്. അപ്പോൾ ഈ കുട്ടികളിലൂടെ നമുക്ക് കുടുംബങ്ങളിലേക്ക് നമുക്ക് അവരുമായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ സാധിക്കും. ക്രൈസ്തവ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ, വിശ്വാസത്തിലൂടെ നമുക്ക് ഈ കുട്ടികളിലൂടെ അവരുടെ ഭവനങ്ങളിൽ എത്തിക്കാൻ സാധിക്കും. അപ്പോൾ 4 ജില്ലകളിലും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ സ്കൂൾ തുടങ്ങുക, അതായിരുന്നു ആദ്യത്തെ പ്രയോറിറ്റി. ഇനി അതുപോലെ തന്നെ ഒപ്പം കൊടുത്തൊരു പ്രയോറിറ്റിയാണ് കർത്താവിൻ്റെ കരുണയുടെ മുഖം കാണിക്കുക, അതായത് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുക. ഈ കാരുണ്യ പ്രവർത്തികൾ ചെയ്യണമെങ്കിൽ നമുക്ക് സാമ്പത്തികം വേണം, കാശ് വേണം. അപ്പോൾ ഒരു പക്ഷേ സ്കൂളിൽ നിന്ന് വരുന്ന വരുമാനം കൊണ്ടും അതേ തുടർന്ന് പിന്നീട് വരുമാനം കൊണ്ട് നമുക്ക് ഈ പാവപ്പെട്ട ആളുകളെ ശുശ്രൂഷിക്കാനുള്ള കർത്താവിൻ്റെ കരുണയുടെ മുഖം, കാരുണ്യ പ്രവൃത്തികൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. വേറൊരു പണി ഞങ്ങൾ ചെയ്തത്, ഈ കൊങ്കൺ ഭാഗം ഞാൻ നിങ്ങളോട് പറഞ്ഞു, അത് കേരളം പോലെയുള്ള ഭൂപ്രദേശമാണ്. അപ്പോൾ അവിടെ റബ്ബറൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ കുറേ സ്ഥലം വാങ്ങിയിട്ട് കൃഷി ചെയ്ത് കപ്പയും മാങ്ങായും ചേനയും അങ്ങനെയുള്ള സാധനങ്ങൾ, റബ്ബറും ഒക്കെ, വാഴയൊക്കെ കൃഷി ചെയ്ത്, റബ്ബറും കൃഷി ചെയ്ത് അവിടെ കിട്ടുന്ന കാശും ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് മറ്റ് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ പ്രേക്ഷിത പ്രവർത്തനത്തിന് ഉപയോഗിക്കാം. ഇങ്ങനെ ഒരു 3 തരം പ്രവർത്തനങ്ങളാണ് അന്ന് ചർച്ചയിൽ ഉരുത്തിരിഞ്ഞത്. അത് ഏകദേശം 2015 ജൂബിലി. അപ്പോൾ 2 വർഷം കൂടെ ആയുള്ളൂ, 27 വർഷമായി. 27 വർഷം മുമ്പ് എടുത്ത തീരുമാനമാണെങ്കിലും അത് ഏകദേശം ഇന്ന് ഇതിൻ്റെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ ആ തീരുമാനം അനുസരിച്ച് മുമ്പോട്ട് പോയി എന്ന് കാണാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം സ്കൂളുകൾ തുടങ്ങി, അതിനുശേഷം നമ്മൾ സാമൂഹ്യ പ്രവർത്തനങ്ങൾ തുടങ്ങി. ഇനി കർത്താവിൻ്റെ കരുണയുടെ മുഖം കാണിക്കണം എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ എന്ത് തരം പ്രവർത്തനങ്ങളാണ് ഇവിടെ വേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പ്രത്യേക ധാരണയൊന്നുമില്ല. അപ്പോൾ ഇവിടെ എന്താ വേണ്ടത് നമ്മളിങ്ങനെ ആലോചിച്ചൊക്കെ നോക്കിയപ്പോഴാണ്, പഠനത്തിന് ശേഷം ചർച്ചകളൊക്കെ നടത്തി, അതുപോലെ തന്നെ ഏരിയ ഒക്കെ സന്ദർശിച്ചപ്പോഴാണ് മനസ്സിലായത്, മെൻ്റലി ചാലഞ്ച്ഡ് അല്ലേ, ഭിന്നശേഷിയുള്ള ധാരാളം കുട്ടികളുണ്ട്, അവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അതുപോലെ തന്നെ കൗൺസിലിംഗ് സർവീസ് കുട്ടികൾക്ക് ആവശ്യമാണ്, അതുകൊണ്ട് ഒരു ചൈൽഡ് കൗൺസിലിംഗ് സെൻറ്റർ അത്യാവശ്യമാണ്. ഇങ്ങനെ നമ്മൾ ചില കാര്യങ്ങൾ കണ്ടുപിടിച്ചു.
അത് കണ്ടുപിടിച്ചതിനെ തുടർന്ന് ആ മേഖലയിൽ നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങി. അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ പോയി ഭിന്നശേഷിയുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പഠനങ്ങൾ നടത്തി ഡിഗ്രി എടുത്തു. ഇവിടെ വന്ന് നമ്മൾ സർവേ നടത്തി കുട്ടികളെ എല്ലാം കണ്ടുപിടിച്ച് അവർക്ക് ബോർഡിംഗ് ഉണ്ട്, ഡേ സ്കൂളുണ്ട്, റീഹാബിലിറ്റേഷൻ സെൻ്ററുണ്ട്. അപ്പോൾ ആ പ്രവർത്തനം ആദ്യം തുടക്കമിട്ട അല്ലെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ച് തീരുമാനമെടുത്ത ആ പ്രവർത്തനവും ഏതാനും 4-5 വർഷങ്ങൾക്ക് ശേഷം നമുക്ക് തുടങ്ങാനായിട്ട് സാധിച്ചു. അങ്ങനെ ഇപ്പോൾ 26 മിഷൻ സ്റ്റേഷനിലായിട്ട് സ്കൂളുകൾ, അതുപോലെ തന്നെ ഈ മെൻ്റലി ചലഞ്ച്ഡ്, ഫിസിക്കലി ചലഞ്ച്ഡ് അങ്ങനെയുള്ള കുട്ടികൾക്കുള്ള റീഹാബിലിറ്റേഷൻ സ്കൂൾ, അങ്ങനെയുള്ള പ്രോഗ്രാംസ് എല്ലാം നടക്കുന്നുണ്ട്. അച്ഛാ, ഞങ്ങളിപ്പം ജീവിത സാക്ഷ്യങ്ങളിലെ വിവിധ രീതികളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ്റെ മിഷൻ അനുഭവത്തിൽ നിന്നും എങ്ങനെയാണ് യേശുവിനെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നതെന്ന് ഒന്ന് പറയാമോ? എനിക്ക് പറയാൻ വളരെ സന്തോഷമുണ്ട്. ഈശോയെ മറ്റുള്ളവർ, പ്രത്യേകിച്ച് ക്രൈസ്തവ സാന്നിധ്യം കുറവുള്ള സ്ഥലങ്ങളിൽ ഈശോയെ മറ്റുള്ളവർ അറിയുന്നത് ക്രൈസ്തവ സാന്നിധ്യത്തിലൂടെയാണ്. അപ്പോൾ സാംഗ്ലി മിഷനിൽ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് ക്രൈസ്തവ സാന്നിധ്യത്തിലൂടെ ഈശോയെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. ഈശോയെ വേദപുസ്തകവും വായിച്ചിട്ടൊന്നും ആരും അറിയാൻ പോണില്ല. പക്ഷേ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരാൾ ക്രൈസ്തവനാണെങ്കിൽ അയാളുടെ ജീവിതത്തിലൂടെ അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിലൂടെ ഈശോ ആരാണെന്ന് മറ്റുള്ളവർക്ക് അറിയാനായിട്ട് സാധിക്കും. അച്ഛാ, ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുക എന്നൊരു ലക്ഷ്യവുമായിട്ടാണ് അച്ഛൻ വടക്കേന്ത്യയിലേക്ക് കടന്നു വന്നത്. ഇതിൻ്റെ പ്രാരംഭത്തിൽ തന്നെയുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അച്ഛൻ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിട്ടില്ലേ? അത് ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമോ? എല്ലാ പ്രവർത്തനത്തിൻ്റെയും തുടക്കത്തിൽ വെല്ലുവിളികളുണ്ട്. ജീവിതത്തിൻ്റെ എല്ലാ കാര്യത്തിലാണെങ്കിലും വെല്ലുവിളികളുണ്ട്. പ്രേക്ഷിത പ്രവർത്തനത്തിനാണേലും അതിൻ്റേതായ വെല്ലുവിളികളുണ്ട്. എനിക്ക് നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളി ഒന്ന്, ഈ സ്ഥലം, ഒരു പരിചയമില്ലാത്ത ഈ സ്ഥലത്തെ അറിയുക എന്നുള്ളതായിരുന്നു. അപ്പോൾ യാത്ര ചെയ്തും ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കും. ഏറ്റവും കൂടുതൽ ബസ്സുകൾ പോകുന്ന ഏത് സ്ഥലത്തേക്കാണെന്ന് നോക്കും. അത്യാവശ്യം വായിക്കാനറിയാം. ആ ബസ്സിൽ കയറി പോവും. ആ സ്ഥലത്ത് നിന്ന് അവിടെ ആരെങ്കിലും ക്രിസ്ത്യാനി ഉണ്ടോ എന്ന് അന്വേഷിക്കും. ചിലപ്പോൾ ചായക്കട നടക്കുന്നവരായിരിക്കാം, അതല്ലെങ്കിൽ ഈ ടയർ ഒട്ടിക്കുന്നവരായിരിക്കാം. അങ്ങനെയുള്ള ജോലിക്കാർ, അവരോട് ചെന്ന് അവരെ കണ്ടുപിടിച്ച് ചോദിക്കും, ഇവിടെ മലയാളിയാണോ? അതെ മലയാളിയാണ്. ഇവിടെ ക്രിസ്ത്യാനികളുണ്ടോ എന്ന് അറിയാമോ? ഉണ്ടെങ്കിൽ അവർ പറഞ്ഞു തരും. നമ്മൾ അവരെ പോയി സന്ദർശിക്കും. അപ്പോൾ സ്ഥലം കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തേത്. രണ്ടാമത്തേത് ഭാഷ. ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞു, മറാഠി ഭാഷ പഠിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഭാഷ അറിയത്തില്ലാത്തതുകൊണ്ട് ആളോട് മിണ്ടാൻ പറ്റത്തില്ല, നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യം വന്നു. ഭാഷ, ഇത് രണ്ടിനെയും ഭാഷ പഠിച്ചു. പിന്നെ ഈ സ്ഥലത്തെ ചരിത്രം അറിയത്തില്ല. ചരിത്രം അറിയാമെങ്കിലല്ലേ നമുക്ക് ആളുകളോട് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ താമസിച്ച് നമ്മൾ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പം നമുക്ക് മുമ്പേ വലിയ സാമൂഹ്യ സമുദ്ധാരകരൂടെ ഉണ്ടായിരുന്നു. അവരെന്താ ചെയ്തതെന്നൊക്കെ പഠിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതെല്ലാം പഠിച്ചപ്പോൾ അതേ ഉള്ളായിരുന്നുള്ളൂ. അല്ലാതെ ഒരു വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ ജാതിപരമായിട്ടോ അങ്ങനെ ഒരു വെല്ലുവിളികളൊന്നും നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. അച്ഛാ, ഈ സാംഗ്ലി മിഷൻ പ്രദേശങ്ങളിലെ ആദ്യകാല പ്രേക്ഷിതരിൽ ഒരാളായിരുന്നല്ലോ അച്ഛൻ. അപ്പോൾ ആ കാലത്ത് മറക്കാനാവാത്ത ഒരു അനുഭവം ഞങ്ങളുമായി ഷെയർ ചെയ്യാൻ പറ്റും? മറക്കാനാകാത്ത അനുഭവങ്ങൾ ഒരുപാടുണ്ട്. എന്നാലും 1-2 നിങ്ങളോട് പറയുന്നത് വളരെ സന്തോഷമുള്ളൂ. അത് വളരെ പ്രധാനപ്പെട്ട ഒരെണ്ണം, ബഹുമാനപ്പെട്ട ചിറ്റിലപ്പള്ളി പിതാവിനോട് കൂടി ഈ മിഷൻ്റെ പല പ്രദേശങ്ങൾ സന്ദർശിച്ചു. അപ്പോൾ പോകുന്ന വഴിക്ക് ചെറിയ ക്രൈസ്തവ സമൂഹങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്രൈസ്തവ കുടുംബങ്ങളുണ്ടെങ്കിൽ പിതാവ് അവിടെ കയറും. ചെറിയ സമൂഹങ്ങളാണെങ്കിൽ നമുക്ക് അവരുടെ കൂട്ടത്തിൽ കുർബാന ചെല്ലും, അവരെ കുമ്പസാരിപ്പിക്കും, കൂദാശകൾ കൊടുക്കും. അങ്ങനെയാണ് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ ചെന്നെത്തിയത് മസുവാഡ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്, സത്താറ ജില്ലയിൽ മസുവാഡ്. അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ കേരളത്തിലെ പാറത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന്, ഇടുക്കി പാറത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നുള്ള ഒരു അഗസ്റ്റിൻ അവിടെ ചായക്കട നടത്തുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളും കുടുംബാംഗങ്ങളും ജോലിക്കാരും ഒക്കെ ആയിട്ട് ഒരു 10-20 ആളുകളുണ്ട്. അവരെല്ലാവരും പള്ളിയിൽ പോയിട്ട് ഒത്തിരി നാളായി. പിതാവ് ഞങ്ങളെല്ലാവരും കൂടെ സന്ദർശിക്കാൻ ചെന്നപ്പോൾ അവിടെ കുർബാന ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഞങ്ങൾ അവിടെ തന്നെ ഒരു ഉച്ചയ്ക്ക് മുമ്പുള്ള സമയത്ത് ഞങ്ങൾ അവിടെ ചെന്നു. കുമ്പസാരിപ്പിക്കേണ്ടവരെ കുമ്പസാരിപ്പിച്ചു, കുർബാനയ്ക്കുള്ള പാട്ടുകൾ പഠിപ്പിച്ചു, ചെറിയ ഉപദേശങ്ങൾ കൊടുത്തു. 1-2 അച്ഛന്മാർ, ജോർജ് അച്ഛൻ ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, വേറെ 1-2 ആളുകളുണ്ടായിരുന്നു. അപ്പോൾ കുർബാനയെല്ലാം ആ വീട്ടിൽ തന്നെ ഞങ്ങൾ പിതാവ് കുർബാനയെല്ലാം ചൊല്ലി. കുർബാന ചൊല്ലിയതിന് ശേഷം പിതാവ് പറഞ്ഞ ഒരു വാക്ക് എൻ്റെ മനസ്സിൽ നിന്ന് മാറാതെ നിൽപ്പുണ്ട്. ഐ സോ ഫയർ ഇൻ ദെയർ ഐസ്. ഞാൻ അവരുടെ കണ്ണിൽ തീ കണ്ടു. എന്ത് തീ? അത് വിശ്വാസത്തിൻ്റെ തീ കണ്ടു. അവിടെ നിന്നാണ് നമ്മൾ പിന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വലിയൊരു എന്താ പറയണ്ടേ ഒരു തുടക്കം കിട്ടിയത്. അതൊരു അനുഭവം. പിന്നെ വേറെ അനുഭവം വളരെ പെൺകുട്ടികളെ സംബന്ധിക്കുന്നതാണ്. അതായത് ഈ കൊങ്കൺ ഭാഗത്ത് ചെമ്മീൻ പൊളിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന പെൺകുട്ടികളുണ്ട്. അവർ അമ്പലപ്പുഴ മുതൽ കൊച്ചി വരെയുള്ള ആ ഭാഗത്തു നിന്നുള്ള മലയാളി പെൺകുട്ടികളാണ്. ഏതാനും പേര് ക്രിസ്ത്യാനികളാണ്, കുറച്ച് കത്തോലിക്കരുമുണ്ട്. അവർക്ക് പുറത്തു പോകാൻ അനുവാദമില്ല, പള്ളിയിൽ പോകാൻ അനുവാദമില്ല, അവർക്ക് കുർബാന കാണാൻ അനുവാദമില്ല. അപ്പം ഞങ്ങൾ അവിടെ ചെന്ന അവസരത്തിൽ പിതാവിനോട് ഞങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. പിതാവ് പറഞ്ഞു തീർച്ചയായിട്ടും അവിടെ പോകണമെന്ന് പറഞ്ഞു.
അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ കുർബാന ചെല്ലാനുള്ള അനുവാദം അവർ തരും. പക്ഷേ 13 വയസ്സ് താഴെയുള്ള പെൺകുട്ടികൾക്ക് ഒരു സെക്ഷൻ, അതിൽ കൂടിയുള്ള പെൺകുട്ടികൾക്ക് വേറൊരു സെക്ഷൻ. ഇവർ തമ്മിൽ യാതൊരു വർത്തമാനവും പാടില്ല, കാരണം അവർ തമ്മിൽ സീക്രട്ട് പറയുമെന്നൊക്കെ പറഞ്ഞ് പേടിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വെറുതെ ആ കടൽപ്പുറത്ത് മണലിൻ്റെ പുറത്ത് വെറുതെ ഇരുന്ന് കുർബാന ചെല്ലേണ്ടി വന്നു. കുർബാന ചെല്ലാൻ ഒരു അൾത്താര പോലും ഇല്ലായിരുന്നു. അപ്പോൾ ആ കുട്ടികൾ ഉപയോഗിച്ചിരുന്ന 1-2 ട്രങ്ക് പെട്ടിയൊക്കെ പൊക്കി വെച്ച് അതിൻ്റെ മുകളിൽ കൊടും കാറ്റത്ത് ഞങ്ങൾ ഈ പിള്ളേർക്ക് വേണ്ടി കുർബാന ചൊല്ലി. അപ്പം ആ കുട്ടികളുടെ വിശ്വാസം, പക്ഷേ അവർക്ക് ശുശ്രൂഷ ചെയ്യാൻ പിതാവിനുണ്ടായ താല്പര്യം, ഇതെല്ലാം പ്രേക്ഷിത പ്രവർത്തനത്തിലെ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് പ്രേക്ഷിത പ്രവർത്തനങ്ങളോട് സഹകരിക്കാനുള്ളൊരു മാർഗ്ഗം മിഷനെക്കുറിച്ച് അറിയുക, മിഷനെക്കുറിച്ച് സംസാരിക്കുക. ഇനി രണ്ടാമത് നിങ്ങൾക്ക് പ്രാർത്ഥന വഴിയായിട്ട് പ്രേക്ഷിത പ്രവർത്തനത്തെ സഹായിക്കാം. നിങ്ങൾ തീർച്ചയായിട്ടും അത് ചെയ്യുന്നുണ്ട്. സാമ്പത്തികമായിട്ട് സഹായിക്കാം. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ഒന്ന് ചെയ്യാവുന്നത് വോളണ്ടിയർ ചെയ്യുക. അങ്ങനെ ഒരു കാര്യം നമ്മുടെ എന്താ പറയേണ്ടത്, നമ്മുടെ പാരമ്പര്യത്തിൽ അങ്ങനെ ഇല്ല. നമുക്ക് മിച്ചം കിട്ടുന്ന സമയം, വെറുതെ കിട്ടുന്ന സമയം, ഇങ്ങനെയുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ വോളണ്ടിയർ ചെയ്യുക. നമുക്ക് സമയം കിട്ടുമ്പം വെറുതെ പോയി അവിടെ കാപ്പി കുടിച്ച് പോരുകയല്ല. അവിടെ ചെയ്യാവുന്ന ഒരു ജോലി, നമുക്ക് ചെയ്യാവുന്ന ഒരു ജോലി, ചിലപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുകയായിരിക്കാം, തുണി കഴുകുകയായിരിക്കാം, നിലമടിക്കുകയായിരിക്കാം, എന്തെങ്കിലും ആയിട്ടുള്ള അങ്ങനെയുള്ള വോളണ്ടിയർ ജോലികൾ ചെയ്ത് ഈ പ്രേക്ഷിത പ്രവർത്തനത്തിൽ നമ്മുടെ ഉത്സാഹം നമ്മൾ വളർത്തിയെടുക്കണം. അപ്പോൾ അവിടെ ചെയ്താലും ഇവിടെ ചെയ്താലും പ്രേക്ഷിത മേഖലയിൽ ചെയ്താലും നമ്മൾ പ്രേക്ഷിതരാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിയെല്ലാം പ്രേക്ഷിത പ്രവർത്തനമാണ്. ഈശോ നമ്മളെ വിളിച്ച് വിട്ടതാണെങ്കിൽ നിങ്ങൾ കേരളത്തിൽ ജോലി ചെയ്താലും, സ്കൂളിൽ പഠിപ്പിച്ചാലും, ആതുര സേവനം ചെയ്താലും, മഹാരാഷ്ട്രയിൽ വന്നാലും, ചൈനയിൽ പോയാലും എല്ലാം പ്രേക്ഷിത പ്രവർത്തനമാകും. കാരണം എന്നാ, നിങ്ങൾ പ്രേക്ഷിതരാണ്. ഈശോ നിങ്ങളെ വിളിച്ചു. നമ്മളെ വിളിച്ചു വിട്ടത് എപ്പോഴാണ്? നമ്മൾ മാമോദിസ സ്വീകരിച്ചപ്പോൾ വിശ്വാസം സ്വീകരിച്ചു. ആ സമയത്ത് ഈശോ നമ്മളെ പ്രേക്ഷിതരായി വിട്ടു. ഇനി നമ്മൾ മിഷണറിമാരായിട്ട് അതിനെ ആ വിളിയെ നമ്മൾ തിരിച്ചറിഞ്ഞ് മിഷണറിമാരായിട്ട് വളർന്ന് മിഷണറിമാരായിട്ട് പ്രവർത്തിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്രിയ കടുകുമണി പ്രേക്ഷകരെ, പ്രിയ കടുകുമണി കൂട്ടുകാരെ, സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം. ഇതാ നമ്മളിന്നായിരുന്നത് ബഹുമാനപ്പെട്ട മാത്യു അച്ഛനോടൊപ്പമാണ്. സുവിശേഷം പ്രസംഗിച്ച് ഈ ഭൂമിയിൽ വിശ്വാസം വളർത്തിയ ഒരു വലിയ മിഷണറി. അച്ഛൻ്റെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ കേട്ട ആ അനുഭവങ്ങൾ, നിറകണ്ണുകളോടെ നമുക്ക് മുമ്പിൽ പങ്കുവെച്ച ആ അനുഭവങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് പ്രചോദനമാണ്. യേശുവിന് സാക്ഷികളാകുവാൻ വേണ്ടി ജീവിത സാക്ഷ്യത്തിലൂടെ യേശുവിനെ മറ്റുള്ളവർക്ക് പറഞ്ഞ ആ മനോഹരമായ മാതൃക നമുക്കെല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ. ജീവിത സാക്ഷ്യത്തിലൂടെ എങ്ങനെ നമുക്ക് മറ്റുള്ളവരിലേക്ക് ഈശോയെ എത്തിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചത്. പ്രഘോഷണങ്ങൾ സാധ്യമല്ലാത്ത സ്ഥലങ്ങളിൽ എങ്ങനെ നമുക്ക് ഈശോയെ അവരിലേക്ക് എത്തിക്കാൻ സാധിക്കും? സാമൂഹ്യ സേവനത്തിലൂടെ, കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ, മാതാപിതാക്കളെ സഹായിക്കുന്നതിലൂടെ, ചുരുക്കത്തിൽ നമ്മുടെ പ്രവൃത്തികളിലൂടെ, വാക്കുകളിലൂടെയൊക്കെ നമുക്ക് ഈശോയെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നാണ്. പ്രിയ പ്രേക്ഷകരെ, നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ, സന്ദർഭങ്ങളിൽ, നിങ്ങളുടെ പഠന മേഖലകളിൽ, ഒപ്പം നിങ്ങളുടെ ജോലി മേഖലകളിലൊക്കെ നിങ്ങളുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും മറ്റുള്ളവരിലേക്ക് ഈശോയെ പകർന്നു കൊടുക്കുവാൻ പരിശ്രമിക്കുക. അതാവണം നിങ്ങളുടെ ഏറ്റവും വലിയ ജീവിത സാക്ഷ്യം, ഏറ്റവും വലിയ പ്രഘോഷണം. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. കൂട്ടുകാരൊപ്പം പാഠം പഠിക്കാം, പ്രേക്ഷിത പാതകളറിയാം, പ്രേക്ഷിത വയലിൽ വേലകൾ ചെയ്യാൻ നാഥനോടൊപ്പം പോകാം. ഭൂമിയിലെങ്ങും സാക്ഷികളാകാൻ അയക്കപ്പെട്ടവർ നാം. കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ഫോർ ദ മിഷൻ.